നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ആരാധകരുമായി പോയ മിനി ബസ് മറിഞ്ഞതിനെ തുടർന്ന് 17 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെസ്റ്റ് യോർക്ക്ഷയറിൽ നിന്നും ഫുട്ബോൾ ആരാധകരുമായി പോയ മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 7 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ശനിയാഴ്ച വൈകുന്നേരം പോണ്ടെഫ്രാക്റ്റിന് സമീപം A1-ൽ ഐറിസ് സിംഗിൾ ഡെക്കർ മിനി ബസ്സും കറുത്ത സ്കോഡ ഫാബിയയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. എന്നാൽ മൂന്നാമത് ഒരു വാഹനം കൂടി കൂട്ടിയിടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വെളുത്ത നിറമുള്ള കാർ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. യോർക്ക്ഷയർ എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള അടിയന്തര സേവനങ്ങൾ സംഭവസ്ഥലത്ത് എത്തിയതിനാൽ ഞായറാഴ്ച രാവിലെ വരെ മോട്ടോർവേയുടെ ഭാഗങ്ങൾ അടച്ചിരുന്നു. ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ കാർഡ് ഉടമകൾക്ക് ഇന്ത്യയിൽ പുതിയ നിബന്ധനകൾ. മാർച്ച് 4-ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഒരു സർക്കുലറിലൂടെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഒരു വിദേശ രാജ്യത്തിന്റെ പാസ്പോർട്ടുള്ള ഒരു OCI കാർഡ് ഉടമയ്ക്ക് ഇന്ത്യൻ പൗരന് തുല്യമായ അവകാശം ആയിരിക്കില്ല എന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. ഇതുവരെ OCI കാർഡ് ഉടമകളെ ഇന്ത്യൻ പൗരന്മാർക്ക് തുല്യമായിട്ടായിരുന്നു പരിഗണിച്ചിരുന്നത്. OCI കാർഡ് ഉടമകൾക്കും വിദേശത്തുള്ള ഇന്ത്യൻ സമൂഹത്തിനും ഈ തീരുമാനം ഒരു തിരിച്ചടിയാണ്. ഈ നിയമങ്ങൾ പ്രകാരം OCI കാർഡ് ഉടമകൾ മിഷനറി പ്രവർത്തനം, പത്രപ്രവർത്തനം, പർവ്വതാരോഹണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടത്തുവാൻ ഇന്ത്യൻ സർക്കാരിന്റെ പ്രത്യേക അനുമതി വാങ്ങിയിരിക്കണം. അതേപോലെ കേന്ദ്ര സർക്കാർ നിയന്ത്രിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും പ്രത്യേക അനുമതി വാങ്ങിയിരിക്കണം. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങൾ ഇത്തരത്തിലുള്ള നിയന്ത്രിത പ്രവേശനമുള്ള മേഖലകളാണ്. കൂടാതെ മണിപ്പൂർ, മിസോറാം, സിക്കിം, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങൾ പൂർണ്ണമായും, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളും നിയന്ത്രിത മേഖലയിൽ ഉൾപ്പെടും. കൂടാതെ ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് ദത്തെടുക്കുന്നതിലും ഇനി മുതൽ OCI കാർഡ് ഉടമകൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. ഇന്ത്യയിൽ താമസിക്കുന്ന OCI കാർഡ് ഉടമകൾ അവരുടെ മേൽവിലാസം മാറുമ്പോഴും ജോലി മാറുമ്പോഴും അക്കാര്യം ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസറെ ഇമെയിൽ മുഖാന്തരം അറിയിച്ചിരിക്കണം. നാഷണൽ പാർക്കുകൾ, വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങൾ, ദേശീയ സ്മാരകങ്ങൾ, ചരിത്ര സ്ഥലങ്ങൾ, മ്യൂസിയം എന്നിവ സന്ദർശിക്കുന്നതിനുള്ള ഫീസും അതുപോലെ രാജ്യത്തിനകത്തെ വിമാനയാത്ര കൂലിയും ഇന്ത്യൻ പൗരന്മാരുടേതിന് തുല്യമാക്കിയിട്ടുണ്ട്. OCI കാർഡ് ഉടമകൾക്ക് ഇന്ത്യയിൽ സ്ഥലമോ കെട്ടിടമോ വാങ്ങണമെങ്കിൽ OCI കാർഡ് ഉടമകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി വാങ്ങിയിരിക്കണം. എന്നാൽ വിദേശ ഇന്ത്യക്കാർക്ക് കൃഷിയിടങ്ങൾ വാങ്ങുന്നതിനുള്ള വിലക്ക് തുടരും. സ്മാർട്ട് മോട്ടോർ വെഹിക്കിളിൽ ഹാർഡ് ഷോൾഡറുകൾ സ്ഥാപിക്കാൻ ഗതാഗത വകുപ്പ്. ദീർഘകാല സുരക്ഷ ആശങ്കകൾക്കിടയിൽ പുതിയ സ്മാർട്ട് മോട്ടോർവേ പദ്ധതികൾ റദ്ദാക്കി 1 വർഷത്തിന് ശേഷമാണ് RACയുടെ ഈ അഭ്യർത്ഥന. ഇത്തരം റോഡുകളിൽ കൂടുതൽ എമർജൻസി ഏരിയകൾ നിർമ്മിക്കുന്നത് ഉൾപ്പെടെ നിലവിലുള്ള സ്മാർട്ട് മോട്ടോർവേകൾ മെച്ചപ്പെടുത്താൻ 900 മില്യൺ പൗണ്ട് നിക്ഷേപിക്കുന്നതായി ഡിപ്പാർട്ട്മെന്റ് ഫോർ ട്രാൻസ്പോർട്ട് വക്താവ് പറഞ്ഞു. 2017-നും 2021-നും ഇടയിൽ ALR സ്മാർട്ട് മോട്ടോർവേകളിൽ നിർത്തിയിട്ട വാഹനങ്ങളിൽ ഇടിച്ചതിനെ തുടർന്ന് മരിക്കുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തവരുടെ എണ്ണം 100 മീറ്റർ വാഹന മൈലുകൾക്ക് 0.21 ആയിരുന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് വിദേശകാര്യ ഓഫീസിന്റെ അടിയന്തര യാത്രാ മുന്നറിയിപ്പ്. 16 രാജ്യങ്ങൾക്കാണ് ഇസ്രായേലിനെതിരെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ വെളിച്ചത്തിൽ വിദേശകാര്യ മന്ത്രാലയം യാത്രാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. ഇസ്രായേലിലെയും അധിനിവേശ പാലസ്തീൻ പ്രദേശങ്ങളിലെയും വർദ്ധിച്ചുവരുന്ന സംഭവ വികാസങ്ങളെ തുടർന്ന് 18ലധികം രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് തെക്കൻ മെഡിറ്ററേനിയൻ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ ഉയർന്ന അപകട സാധ്യതകൾ ഉണ്ടെന്ന മുന്നറിയിപ്പാണ് യാത്രക്കാർക്ക് നൽകിയത്. ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നവർ പുതിയ സാഹചര്യം വിശദമായി പരിശോധിക്കണമെന്ന് കർശനമായി നിർദ്ദേശിക്കുന്നു. കഴിഞ്ഞ ദിവസം 300 ഡ്രോണുകളും മിസൈലുകളുമായി ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണ് ഈ മുന്നറിയിപ്പ്. UK-യിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് ക്ലെയിമുകൾ റെക്കോർഡ് നിലയിൽ എത്തിയതായി റിപ്പോർട്ടുകൾ. തുടർച്ചയായ കൊടുങ്കാറ്റുകൾ മൂലമുണ്ടായ വെള്ളപ്പൊക്കവും ഫ്രോസൺ പൈപ്പ് ഡാമേജുമായി ബന്ധപ്പെട്ട ഹോം ഇൻഷുറൻസ് ക്ലെയിമുകൾ കഴിഞ്ഞ വർഷം 3-1 വർദ്ധിപ്പിച്ച് 573 മില്യൺ പൗണ്ടിലെത്തി. ഇത് 2022-നെ അപേക്ഷിച്ച് 150 മില്യൺ പൗണ്ട് കൂടുതലാണെന്ന് ബ്രിട്ടീഷ് ഇൻഷുറൻസ് അസോസിയേഷൻ പറഞ്ഞു. 2000-ൽ കൂടുതൽ NHS ബിൽഡിംഗുകൾ NHS-നേക്കാൾ പഴയത്. 1948-ൽ NHS ട്രസ്റ്റ് രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് നിർമ്മിക്കപ്പെട്ട ബിൽഡിംഗുകളാണ് ഇപ്പോഴും ഹോസ്പിറ്റലുകളായി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ മാസം ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ലൈഫ് സപ്പോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു പേഷ്യന്റിന്റെ മുകളിൽ സീലിംഗ് പൊളിഞ്ഞു വീണിരുന്നു. മറ്റൊരു സംഭവത്തിൽ എലിവേറ്റർ പൊട്ടി വീണ് ഒരു ഡോക്ടറിന്റെ കാല് ഒടിഞ്ഞിരുന്നു. ഇതുപോലുള്ള നിരവധി ഭയാനക സംഭവങ്ങൾ നിരന്തരം സംഭവിക്കുന്നുണ്ടെന്നും അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളുടെയും ചികിത്സയിലുള്ള പേഷ്യൻസുകളുടെയും ജീവിതം സുരക്ഷിതമല്ലെന്നും ലിബറൽ ഡെമോക്രാറ്റ് വക്താവ് ഡെയ്സി കൂപ്പർ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ വർഷം മാത്രം 4.2 ബില്യൺ പൗണ്ട് NHS ബിൽഡിംഗുകൾ മോഡേണൈസ് ചെയ്യുന്നതിനായി കഴിഞ്ഞ 1 വർഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വക്താവ് പറഞ്ഞു.
ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.